ഹായ്, ജംബു ഹോസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ CCNA ക്ലാസ്സിൻ്റെ 11ാമത്തെ ക്ലാസ്സാണ് നമ്മളിന്ന് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്രിമ്പിങ്ങിൻ്റെ വരെയുള്ള വീഡിയോ ആയിരുന്നു ഇട്ടിരുന്നത്. അതിന് മുമ്പുള്ള ക്ലാസ്സുകളിൽ നമ്മൾ നെറ്റ്വർക്കിൻ്റെ ബേസിക് മുതലുള്ള ക്ലാസ്സുകളാണ്. ഇപ്പോഴും നമ്മുടെ നെറ്റ്വർക്കിൻ്റെ ബേസിക്കാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. CCNA എന്ന് പറയുന്ന ഒരു സിലബസിലോട്ട് നമ്മൾ കിടക്കുന്നേ ഉള്ളൂ മെയിനായിട്ടും. അപ്പോൾ ഈ ഒരു ക്ലാസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്ലാസ് നമ്മുടെ നെറ്റ്വർക്കിങ്ങിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ്സാണ്. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, IP അഡ്രസ്സ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് IP അഡ്രസ്സിനെ കുറിച്ചുള്ള നല്ല നോളജ് ഇല്ലാതെ ഒരിക്കലും നിങ്ങൾക്ക് ഒരു നെറ്റ്വർക്ക് എഞ്ചിനീയർ ആവാൻ കഴിയില്ല, അല്ലെങ്കിൽ CCNA എന്ന് പറയുന്ന ഒരു കോഴ്സ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കില്ല. ഈ പറയുന്ന IP അഡ്രസ്സ് അത് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അതിലൊരു കൺഫ്യൂഷനും ഇല്ലാതെ എന്താണ് IP അഡ്രസ്സ് എന്നുള്ളതും അതെങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളതും അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളതും എല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ MAC അഡ്രസ്സിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. MAC അഡ്രസ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ MAC അഡ്രസ്സിനേക്കാൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉള്ളത് IP അഡ്രസ്സിനെ കുറിച്ചുള്ള നോളജാണ്. IP അഡ്രസ്സ് ഇല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ബാക്കി പഠിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഈ ഒരു IP അഡ്രസ്സിൻ്റെ ക്ലാസ് ചിലപ്പോൾ 1, 2, 3, 4 ക്ലാസ്സൊക്കെ ചിലപ്പോൾ IP അഡ്രസ്സിനെ കുറിച്ച് തന്നെയായിരിക്കും. ക്ലാസ് വളരെ പതുക്കെ പോവുള്ളൂ. കാരണം നല്ല ബേസിക്കായിട്ട് നന്നായിട്ട് നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ക്ലാസ്സുകൾ അത്രയും പതുക്കെ എടുത്തു തരുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പോൾ IP അഡ്രസ്സ് എന്താണ് എന്നുള്ളതാണ്. ഈ IP എന്ന് പറയുന്ന ആ ഒരു വാക്ക് ചിലപ്പോൾ നിങ്ങൾ പല സ്ഥലങ്ങളിലും, ചിലപ്പോൾ സിനിമകളിലും മറ്റു പല സ്ഥലങ്ങളിലും ഈ IP അഡ്രസ്സ് എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഓൾറെഡി നെറ്റ്വർക്കിനെ കുറിച്ച് ബേസിക് ഒക്കെ അറിയാവുന്ന ഒരാൾക്കാണെങ്കിൽ IP അഡ്രസ്സ് എന്താണെന്നൊക്കെ അറിയുന്നുണ്ടാവും. പക്ഷേ നമ്മുടെ ഈ ഒരു വീഡിയോ നെറ്റ്വർക്കിൻ്റെ ബേസിക് ഒക്കെ അത്യാവശ്യം അറിയുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതല്ല. ഏതൊരാൾക്കും നെറ്റ്വർക്കിംഗ് CCNA പോലുള്ള കോഴ്സുകൾ പഠിക്കാൻ ഏതൊരാൾക്കും താല്പര്യമുള്ള ആൾക്കും മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ് എടുക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ IP അഡ്രസ്സിനെ കുറിച്ച് ആദ്യം പറയാം. IP അഡ്രസ്സ് എന്ന് പറയുന്നതിൻ്റെ പൂർണ്ണ രൂപം ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ്സ് എന്നുള്ളതാണ്. അതൊരു യുണീക്ക് നമ്പർ ഗിവൺ ടു എ ഡിവൈസ് ഇൻ എ നെറ്റ്വർക്ക്. ഒരു നെറ്റ്വർക്കിലിരിക്കുന്ന ഡിവൈസിനെ കൊടുക്കുന്ന യുണീക്ക് ആയിട്ടുള്ള നമ്പറാണ്. യുണീക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? അതുപോലെ അതേ നമ്പർ വേറെ ഉണ്ടാകില്ല നെറ്റ്വർക്കിൽ, അതാണ് യുണീക്ക്. ഇപ്പം നമ്മൾ MAC അഡ്രസ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ MAC അഡ്രസ്സ് നമ്മൾ കൊടുക്കുന്നതല്ല. MAC അഡ്രസ്സ് ഡിവൈസിൻ്റെ മാനുഫാക്ചർ ഓൾറെഡി സെറ്റ് ചെയ്ത് വെക്കുന്നതാണ്, അല്ലേ? പക്ഷേ IP അഡ്രസ്സിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഇത് യുണീക്ക് ആയിട്ടുള്ള നമ്പർ ആണെങ്കിലും നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നതാണ്. നമ്മളൊരു നെറ്റ്വർക്കിന് കൊടുക്കുന്ന അഡ്രസ്സാണ്. അപ്പോൾ ഈ ഒരു അഡ്രസ്സ് ഉപയോഗിച്ചിട്ടാണ് നെറ്റ്വർക്കുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ IP അഡ്രസ്സ് എന്ന് പറയുന്നത് ഒരു നെറ്റ്വർക്കിൻ്റെ അഡ്രസ്സിനെയാണ് നമ്മൾ IP അഡ്രസ്സ് എന്ന് പറയുക. ഉദാഹരണമായിട്ട് നമ്മുടെ വീട്ടുപേര് എന്നുള്ളത് നമ്മുടെ നെറ്റ്വർക്കിൻ്റെ, ഇപ്പം നമ്മുടെ ഒരു ഫാമിലിക്ക് ഒരു വീട്ടുപേരുണ്ടാവും. അപ്പോൾ ആ ഒരു വീട്ടുപേര് ചിലപ്പോൾ അത് പല പല സ്ഥലങ്ങളിൽ നമുക്ക് അതേ വീട്ടുപേരുള്ള ഉണ്ടാവും, അല്ലേ? അപ്പോൾ അതൊരു നെറ്റ്വർക്കിനെ മൊത്തമായിട്ട് സൂചിപ്പിക്കാൻ ഇപ്പം ഇന്ന ഫാമിലി, നമ്മുടെ ഒരു വീട്ടുപേര് പറഞ്ഞാൽ ഇന്ന കുടുംബം, അപ്പോൾ അവർക്ക് ഇവിടെ ഒരു വീടുണ്ടല്ലോ, അല്ലെങ്കിൽ അവർക്ക് ഇന്നൊരു സ്ഥലത്ത് വീടുണ്ടല്ലോ, ഇതൊക്കെ ഈ ഒരു കുടുംബത്തിൽപ്പെട്ടവരല്ലേ, അല്ലേ? ആ ഒരു കുടുംബത്തെ മൊത്തമായിട്ട് നമ്മൾ സൂചിപ്പിക്കാൻ നമ്മളൊരു വീട്ടുപേര് പറയുമല്ലോ. അതേപോലെ ഒരു നെറ്റ്വർക്കിനെ മൊത്തമായിട്ട് അഡ്രസ്സ് ചെയ്യാനാണ് നമ്മൾ ഈ IP അഡ്രസ്സ് യൂസ് ചെയ്യുക. യുവർ ഹോം അഡ്രസ് ഹെൽപ്പ് പീപ്പിൾ ടു ഫൈൻഡ് യുവർ ഹൗസ്. നമ്മുടെ വീട്ടുപേര് നമ്മുടെ വീട് കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന പോലെ IP അഡ്രസ്സാണ് ഡിവൈസുകളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടറിനെ സഹായിക്കുന്നത് ആരാണ്? ഈ പറയുന്ന IP അഡ്രസ്സ് എന്നുള്ളതാണ്. അപ്പോൾ IP അഡ്രസ്സ് എന്ന് പറയുന്നത് ഒരു ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ്സ് എന്നുള്ളതാണ് അതിൻ്റെ ഫുൾ ഫോം. അതൊരു നമ്മൾ കൊടുക്കുന്ന ഒരു യുണീക്ക് ആയിട്ടുള്ള അഡ്രസ്സാണ്. അത് ഒരു നെറ്റ്വർക്കിനെ കണ്ടുപിടിക്കാൻ, നെറ്റ്വർക്കിൻ്റെ മൊത്തത്തിലുള്ള അഡ്രസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? IP അഡ്രസ്സ് എന്ന് വിളിക്കുക. എന്തിനാണ് IP അഡ്രസ്സ് ആവശ്യം എന്നുള്ളതാണ്. IP അഡ്രസ്സ് ആവശ്യം ഡിവൈസുകൾ, ആ നെറ്റ്വർക്കിൽ ഇരിക്കുന്ന ഡിവൈസുകളെ കണ്ടുപിടിക്കാനും അതേപോലെ തന്നെ ഡാറ്റകൾ സെൻഡ് ചെയ്യാൻ, കറക്റ്റായിട്ടുള്ള ഡിവൈസിലോട്ട് ഡാറ്റ സെൻഡ് ചെയ്യാൻ, അതേപോലെ കറക്റ്റായിട്ട് ഡിവൈസിലോട്ട് ഡാറ്റകൾ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ ഇൻ്റർനെറ്റ് പ്രവർത്തനങ്ങൾക്ക്. ഇപ്പം നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ടല്ലോ, അല്ലേ? നമ്മുടെ സർവീസ് പ്രൊവൈഡർ എന്ന് പറഞ്ഞാൽ
നമ്മൾ ഏതിൻ്റെ സിമ്മാണ് ഉപയോഗിക്കുന്നത്, ജിയോ ആയിരിക്കാം, VI ആയിരിക്കാം, BSNL ആയിരിക്കാം, എയർടെൽ ആയിരിക്കാം. അവരുടെ ഇൻ്റർനെറ്റ് ആണല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത്. ശരിക്കും നമ്മൾ റീചാർജ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സർവീസ് പ്രൊവൈഡർ നമ്മൾക്ക് ഒരു IP അഡ്രസ്സ് തരുന്നുണ്ട്. നമ്മുടെ സർവീസ് പ്രൊവൈഡർ നമുക്കൊരു IP അഡ്രസ്സ് തരുന്നുണ്ട്. ആ ഒരു IP അഡ്രസ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ വിത്തൗട്ട് IP അഡ്രസ്സ് ഇല്ലാതെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താൻ സാധിക്കില്ല. അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും. നമ്മൾ കുറച്ച് മുമ്പ് MAC അഡ്രസ്സ് പഠിച്ചത് എന്താണ്? ഈ MAC അഡ്രസ്സ് എന്താ? MAC അഡ്രസ്സ് ഒരു നെറ്റ്വർക്കിൻ്റെ അകത്തിരിക്കുന്ന ഡിവൈസുകളെ തിരിച്ചറിയാനാണ്. ഇപ്പം ഞാൻ നേരത്തെ അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു. പോസ്റ്റ്മാൻ നമ്മുടെ വീട്ടുപേര് നോക്കിയിട്ടാണ് എന്ത് കൊണ്ടുവന്ന് തരിക? കത്ത് കൊണ്ടുവന്ന് തരിക. അപ്പോൾ നിങ്ങൾ ആ വീട്ടുപേരിനെ നിങ്ങൾ IP അഡ്രസ്സായിട്ട് എടുക്കുക. പിന്നെ നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരില്ലേ, ആ വീടിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർ എന്തായിട്ട് എടുക്കാം? നമുക്ക് MAC അഡ്രസ്സായിട്ട് എടുക്കാം. അപ്പോൾ ചിലപ്പോൾ പോസ്റ്റ്മാന് വീടിൻ്റെ അകത്ത് ആളറിയുന്നുണ്ടാവില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് അനീഷ് എന്ന് പറയുന്ന ഒരാൾ, അനീഷിൻ്റെ വീട്ടുപേര് പോസ്റ്റ്മാൻ നോക്കിയപ്പോൾ അനീഷിൻ്റെ വീട്ടുപേര് പോസ്റ്റ്മാൻ അറിയാം. പക്ഷെ അനീഷ് എന്ന് പറയുന്ന വ്യക്തിനെ പോസ്റ്റ്മാൻ അറിയില്ല. അയാൾ ഇതുവരെ അനീഷ് എന്ന് പറയുന്ന വ്യക്തിനൊന്നും കണ്ടിട്ടില്ല. പക്ഷെ അയാളുടെ വീട്ടുപേര് നോക്കിയപ്പോൾ പോസ്റ്റ്മാൻ മനസ്സിലായി അത് ഇന്ന സ്ഥലത്തുള്ള വീടാണ് എന്നുള്ളത്. അപ്പോൾ നേരെ പോസ്റ്റ്മാൻ ആ വീട്ടിലോട്ട് കൊണ്ടുവന്നു, ആ കത്ത് തന്നു. അപ്പോൾ ആ വീട്ടിലൊരാളാണ് അനീഷ്. അതേപോലെ IP അഡ്രസ്സ് നോക്കിയിട്ട് നെറ്റ്വർക്കുകൾ നേരെ വരുന്നു നെറ്റ്വർക്കിലോട്ട്. അങ്ങനെ അത് സ്വിച്ചിലെത്തി കഴിയുമ്പോഴാണ് അത് പിന്നെ സ്വിച്ചാണ് MAC അഡ്രസ്സ് നോക്കിയിട്ട് കറക്റ്റ് ഡെസ്റ്റിനേഷനിലോട്ട് അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടുപേര് പോലെ ഇൻ്റർനെറ്റിലും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലും ഒരു അഡ്രസ്സാണ്. ഏത് അഡ്രസ്സ്? IP അഡ്രസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ്റർനെറ്റ് എല്ലാം പ്രവർത്തിക്കുന്നത് എന്തിലാണ്? IP അഡ്രസ്സിനെ ബേസ് ചെയ്തിട്ടാണ്. നമ്മൾ റീചാർജ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു IP അഡ്രസ്സ് അവിടെ കിട്ടുകയാണ് ചെയ്യുന്നത്. ഇനി IP അഡ്രസ്സ് മെയിനായിട്ട് IP അഡ്രസ്സിന് 2 ടൈപ്പ് IP അഡ്രസ്സ് ഉണ്ട്. അതിലൊന്ന് IP വേർഷൻ 4 എന്ന് പറയുന്നതും രണ്ടാമത്തത് IP വേർഷൻ 6 ആണ്. IP വേർഷൻ 4 ഉണ്ട്, 6 ഉണ്ട്. നമുക്ക് ആദ്യം IP വേർഷൻ 4നെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. നമ്മുടെ CCNA ലാബിൽ ഏകദേശം ഒരു 90% ലാബുകളും എല്ലാം നമ്മൾ IP വേർഷൻ 4 ആണ്. ഇനി നിങ്ങൾ CCNA കഴിഞ്ഞ് CCNPയിലോട്ട് അഡ്വാൻസിലോട്ട് എത്തുമ്പോഴാണ് അതിൽ IP വേർഷൻ 6 കൂടുതലായിട്ടുള്ളത്. അപ്പോൾ രണ്ടും നമുക്ക് പഠിക്കാനുണ്ട്. എന്താണ് IP വേർഷൻ 4 എന്നുള്ളതും എന്താണ് IP വേർഷൻ 6 എന്നുള്ളതും. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ IP അഡ്രസ്സ് എന്ന് പറയുന്നത് നമ്മൾ സിസ്റ്റങ്ങൾക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്നതാണ് എന്നുള്ളത്. അപ്പോൾ ഈ IP അഡ്രസ്സ് എങ്ങനെയാണ് അസൈൻ ചെയ്യേണ്ടത്? ഈ IP അഡ്രസ്സ് എന്താണ്? ഇപ്പോൾ നമ്മൾ MAC അഡ്രസ്സിനെ കുറിച്ച് പഠിച്ചല്ലോ, അതേപോലെ IP അഡ്രസ്സിനെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളൊരു നെറ്റ്വർക്ക് എല്ലാം സിസ്റ്റം സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ സിസ്റ്റം സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ PCകളെ വെച്ചു, അതിനുശേഷം സ്വിച്ച് വെച്ചു, സ്വിച്ചിൽ നിന്ന് കേബിൾ ഉപയോഗിച്ചിട്ട് PCകളിലോട്ട് കണക്ട് ചെയ്തു. അങ്ങനെ കണക്ട് ചെയ്തുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ നടക്കില്ല. MAC അഡ്രസ്സൊക്കെ അവിടെ ഓൾറെഡി ഉണ്ട്. ഓക്കെ, പ്രോട്ടോകോൾ വേണമെന്ന് പറഞ്ഞു. TCP/IP എന്ന് പറയുന്ന പ്രോട്ടോകോളാണ് യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് അറിയാം. ഇനി നമ്മൾ ഈ സിസ്റ്റങ്ങൾ തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ സിസ്റ്റങ്ങൾക്ക് IP അഡ്രസ്സ് സെറ്റ് ചെയ്ത് കൊടുക്കണം. ആര് സെറ്റ് ചെയ്ത് കൊടുക്കണം? നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് MAC അഡ്രസ്സ് ഉപയോഗിച്ചിട്ടല്ല. നമ്മൾ ഈ സിസ്റ്റങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുന്ന IP അഡ്രസ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡാറ്റകൾ സെൻഡ് ചെയ്യുന്നതും റിസീവ് ചെയ്യുന്നതും. അതിൻ്റെ അകത്ത് സ്വിച്ച് ഉണ്ട്, സ്വിച്ച് MAC ഉപയോഗിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്തോട്ടെ. പക്ഷേ നമ്മളെപ്പോഴും പുറത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന എന്തുപയോഗിച്ചിട്ടാണ്? IP അഡ്രസ്സ് ഉപയോഗിച്ചിട്ടാണ്. കാരണം PCകളുടെ MAC അഡ്രസ്സ് ഓർത്തു വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. കാരണം എല്ലാ MAC അഡ്രസ്സും ഡിഫറൻ്റ് ആയിരിക്കും. ഒരു 10ഉം 200ഉം നെറ്റ്വർക്കുകൾ, 200 PCകളൊക്കെ വരുന്നൊരു നെറ്റ്വർക്ക് ആണെങ്കിൽ ഈ 200 PCകളുടെയും MAC അഡ്രസ്സ് ഓർത്തു വെക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ നമ്മുടെ ഇഷ്ടപ്രകാരം ഒരു അഡ്രസ്സ് കൊടുക്കുകയാണ്, ഒരു നമ്പർ കൊടുക്കുകയാണ്. അത് നമുക്ക് ഈസി ആയിട്ട് ഓർത്തു വെക്കാനായിട്ട് പറ്റും അല്ലേ? അങ്ങനെ കൊടുക്കുന്ന അഡ്രസ്സ്, നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന അഡ്രസ്സാണ് എന്ത് അഡ്രസ്സ്? IP അഡ്രസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ IP വേർഷൻ 4 2 വെർഷനുള്ള IP അഡ്രസ്സിന്. IP വേർഷൻ 4 ഉണ്ട്, 6 ഉണ്ട്. നമുക്ക് IP വേർഷൻ 4 ഉപയോഗിച്ചിട്ട് സിസ്റ്റങ്ങളെ കണക്ട് ചെയ്യാൻ പറ്റും. IP വേർഷൻ 6 ഉപയോഗിച്ചിട്ടും സിസ്റ്റങ്ങളെ കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ IP വേർഷൻ 4ന്റെ ഫസ്റ്റ് പോയിന്റ് ഒരു 32 ബിറ്റ് അഡ്രസ്സാണ് റിട്ടേൺ ഇൻ ഡെസിമൽ ഫോർമാറ്റ്.
ഈ ബിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇതിന് മുമ്പത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നു. കമ്പ്യൂട്ടറിന്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്താണ്? ബൈനറിയാണ്. ബൈനറി എന്ന് പറഞ്ഞാൽ 0ഉം 1ഉം. അതിൽ 0ന് ഒരു ബിറ്റ് എന്ന് വിളിക്കാം, 1നെ അടുത്ത ബിറ്റ് എന്ന് വിളിക്കാം. അങ്ങനെ ഈ 0ഉം 1ഉം അങ്ങനെ 32 സീറോസോ 1ഓ അങ്ങനെ മിക്സ് ചെയ്തൊക്കെ കൂടി ചേർന്ന് മൊത്തം ഒരു 32 ബിറ്റാണ് എന്ത്? ഒരു IP അഡ്രസ് എന്ന് പറയുന്നത്. IP വേർഷൻ 4 32 ബിറ്റാണ്. അത് നമ്മൾ എഴുതുന്ന ഡെസിമൽ ഫോർമാറ്റിലാണ്. അതിന് 4 പാർട്ടുകളുണ്ട്. അപ്പോൾ കൺഫ്യൂഷൻ ആവണ്ട, അതെന്താന്ന് പറഞ്ഞുതരാം. മൊത്തം 32 ബിറ്റാണ് എന്ന് പറഞ്ഞു അല്ലേ? നമുക്ക് നോക്കാം അതെങ്ങനെ വരുന്നത്. അതേപോലെ 4 പാർട്ടുകളുള്ളത് ഒക്ടറ്റ് ആണെന്നും പറഞ്ഞു, ഡെസിമൽ ഫോർമാറ്റിൽ എഴുതുന്നതെന്നും പറഞ്ഞു. അപ്പോൾ നമ്മളടുത്ത് പറഞ്ഞത് ഇത്രയാണ്. IP വേർഷൻ 4 എന്ന് പറയുന്നത് 32 ബിറ്റാണ്. അതേപോലെ ഇത് ഡെസിമലിലാണ് നമ്മൾ എഴുതുക അല്ലെ? നമ്മൾ കൊടുക്കുന്ന അഡ്രസ്സാണ്, ഡെസിമൽ നമ്പറിലാണ് നമ്മൾ എഴുതുക എന്നും പറഞ്ഞു. പിന്നെ അത് മൊത്തം 4 ഒക്ടറ്റ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? 4 ഒക്ടറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഇത്രയാണ് പറഞ്ഞത്. ബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കമ്പ്യൂട്ടർ ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്താണ്? ബൈനറിയാണ്. ബൈനറി എന്ന് പറഞ്ഞാൽ 0സും 1ഉം. ഇതിനെയാണ് നമ്മൾ ഒരു ബിറ്റ് എന്ന് വിളിക്കുക. അപ്പോൾ അടുത്തത് എന്താണ്? ഇത് അടുത്ത ബിറ്റ്. അങ്ങനെ മൊത്തം 32 ബിറ്റാണ് കൂടിച്ചേർന്നതാണ് എന്ത് പറയുന്നത്? ഒരു IP വേർഷൻ 4 എന്ന് പറയുന്നത്. IP വേർഷൻ 4 മൊത്തം അങ്ങനെ 32 ബിറ്റാണ്. ഇത് ഈ ഒക്ടറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഒക്ടറ്റ് എന്ന് പറയില്ലേ? 4 ഒക്ടറ്റ് എന്ന് പറഞ്ഞാൽ 8 ബിറ്റ് കൂടി ചേർന്നിട്ടാണ് ഒരു ബൈറ്റ്. അതിനാണ് നമ്മളൊരു ഒക്ടറ്റ് എന്ന് പറയാം. 8 ബിറ്റ്. ഇപ്പൊ 8 ബിറ്റിന് എക്സാമ്പിൾ 0 1 0 1 0 1 0 1 1 2 3 4 5 6 7 8. ഇത് 8 ബിറ്റാണ്. അപ്പോൾ ഇതൊരു ഒക്ടറ്റ് ആണ്, എന്നുവെച്ചാൽ ഒരു ബൈറ്റാണ്. വേറൊരു 1 2 3 4 5 6 7 8. ഇത് എത്രയാണ്? ഒരു ബൈറ്റാണ്, എന്നുവെച്ചാൽ ഒരു ഒക്ടറ്റ് ആണ്. ഇനി അടുത്തത് 0 0 0 0 0 0 0 0. ഇത് എത്രയാണ്? ഇത് 8 ബിറ്റാണ്. ഇത് എത്രയാണ്? ഒരു ബൈറ്റാണ്. അങ്ങനെ 8 ബിറ്റ് കൂടി ചേർന്നിട്ടാണ് ഒരു ബൈറ്റ് ആവുന്നത്. അങ്ങനെ ഒരു ബൈറ്റിനെയാണ് നമ്മൾ ഒക്ടറ്റ് എന്ന് വിളിക്കുക. ഒക്ടറ്റ്. അതാണ് 4 ഒക്ടറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ 4 ഒക്ടറ്റ് ആണ്. അപ്പോൾ നമ്മൾ IP അഡ്രസ്സ് കൊടുക്കുന്ന സമയത്ത് ഇത് മൊത്തം 4 ഒക്ടറ്റ് ആയിട്ടാണ് എഴുതുക. ഉദാഹരണമായിട്ട് അപ്പോൾ IP വേർഷൻ 4 എന്ന് പറയുന്നത് IP വേർഷൻ 4 എന്ന് പറയുന്നത് മൊത്തം 32 ബിറ്റാണ്. 32 ബിറ്റ് എന്ന് പറഞ്ഞാൽ ആകെ 4 ബൈറ്റാണ്. 4 ബൈറ്റ് എന്ന് പറഞ്ഞാൽ 4 ഒക്ടറ്റ് ആണ്, 4 ബൈറ്റാണ്. അപ്പോൾ ഒരു ബൈറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഒരു ബൈറ്റ് എന്ന് പറഞ്ഞാൽ 8 ബിറ്റാണ്. അപ്പോൾ നമ്മൾ IP അഡ്രസ്സ് കൊടുക്കുമ്പോൾ IP വേർഷൻ 4 നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ IP അഡ്രസ്സ് കൊടുക്കുന്ന സിസ്റ്റങ്ങൾക്ക് IP സെറ്റ് ചെയ്യല്ലേ? നമുക്കിവിടെ ഒരു ബോക്സാണ് വരിക. ഈ ബോക്സിൽ മൊത്തം 4 കോളം ഉണ്ടാവുക IP വേർഷൻ 4ൽ. അപ്പോൾ ഇവിടെ ഒരു സംഖ്യ കൊടുക്കണം, ഇവിടെ ഒരു സംഖ്യ കൊടുക്കണം, ഇവിടെ ഒരു സംഖ്യ കൊടുക്കണം, ഇവിടെ ഒരു സംഖ്യ കൊടുക്കണം. ഇതാണ് IP അഡ്രസ്സ് കൊടുക്കുക. ഇതിൽ മൊത്തം എത്ര വരിക? ഇതിൽ മൊത്തം 8 ബിറ്റാ വരിക. ഇതിനും 8 ബിറ്റ് വരും, ഇതിനും 8 ബിറ്റ് വരും, ഇതിനും 8 ബിറ്റ് വരും. 8 ബിറ്റാ വരിക. അങ്ങനെ മൊത്തം എത്ര ബിറ്റായി? 32 ബിറ്റ്. നമ്മൾ പക്ഷേ ഇത് ബൈനറി ആയിട്ടല്ല കൊടുക്കുക, നമ്മൾ എന്തായിട്ടാണ് കൊടുക്കുക? ഡെസിമൽ ആയിട്ടാണ് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഉദാഹരണമായിട്ട് ഈ ഫസ്റ്റത്തെ കോളത്തിന് മൊത്തം 8 ബിറ്റ് ഉള്ള ഒരു ഇത് എഴുതണം അല്ലേ? അപ്പം ഞാൻ കൊടുക്കുന്നത് ഫസ്റ്റത്തെ കോളത്തിൽ ഞാൻ കൊടുക്കുന്ന ഒരു IP അഡ്രസ്സ്, എനിക്ക് ഇഷ്ടമുള്ള IP അഡ്രസ്സ് കൊടുക്കാം. ഞാൻ കൊടുക്കുന്നത് 192 ആണെന്ന് വിചാരിക്കുക. അപ്പം ഞാനിവിടെ ടൈപ്പ് ചെയ്ത് 192 ആണ്. ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. അത് 192 ആവുമ്പോൾ ഞാനിവിടെ ഡെസിമൽ നമ്പർ അല്ല IP അഡ്രസ്സ് ആയിട്ട് കൊടുത്തത്, പക്ഷേ കമ്പ്യൂട്ടർ അതിന് എന്താക്കിയിട്ട് എടുക്കുക? ബൈനറി ആക്കിയിട്ട് എടുക്കുക. ഞാനിവിടെ 192 ടൈപ്പ് ചെയ്താലും കമ്പ്യൂട്ടർ അതിനെ കാണും എങ്ങനെയാ? ഇത് ഞാൻ ഇതിനു മുമ്പ് പഠിപ്പിച്ചതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. 12 കിട്ടും, 6 കിട്ടും, 3 കിട്ടും, 3 കിട്ടും. ഇത് 2 ആണ്. ഇവിടെ
2 3. അപ്പോൾ 192 നമ്മൾ ആ കോളത്തിൽ കൊടുക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടർ അതിനെ ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ കൊടുക്കുക. പക്ഷെ നമ്മൾ കൊടുക്കുന്ന എന്താണ് അവിടെ ഡെസിമലാണ് അല്ലേ. അപ്പോൾ നമ്മൾ എവിടെ കൊടുക്കുക എന്നറിയോ? ഇത് സാധാരണ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ നെറ്റ്വർക്ക്, ഡെസ്ക്ടോപ്പിൽ നെറ്റ്വർക്ക് കാണുന്നുണ്ടാവും. ഇതിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് പ്രോപ്പർട്ടീസ് എടുക്കുക. പ്രോപ്പർട്ടീസിൽ ചേഞ്ച് അഡാപ്റ്റർ സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഇതിപ്പോൾ ലാപ്ടോപ്പാണ്. ഇപ്പോൾ ലാപ്ടോപ്പിൽ ബ്ലൂടൂത്ത് കാണുന്നുണ്ട്, ഇവിടെ വൈഫൈ കാണുന്നുണ്ട്, അതേപോലെ എതർനെറ്റ് ഉണ്ട്. പിന്നെ ഇതൊരു ഹൈപ്പർ വി കേട്ടോ, ഒരു വെർച്വൽ മെഷീൻ റൺ ആവുന്നുണ്ടാണ്. സാധാരണ ലാപ്ടോപ്പ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 3 കാണാം. ഇത് വൈഫൈ ആണ്, ഇത് ബ്ലൂടൂത്ത് ആണ്, ഇത് എതർനെറ്റ് ആണ്. ഇപ്പോൾ എതർനെറ്റ് കേബിൾ കണക്ട് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ എതർനെറ്റ് നമ്മുടെ PC നിന്ന് കേബിൾ എടുത്തിട്ട് ഞാൻ സ്വിച്ചിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഞാനത് വേണമെങ്കിൽ ഡിസ്കണക്ട് ചെയ്യാം. അവിടുന്ന് ഡിസ്കണക്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു ഇൻഡു വന്ന് കണ്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ സ്വിച്ചിലോട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് നോക്കുക. സ്വിച്ചിലോട്ട് കണക്ട് ചെയ്ത് വെക്കുമ്പോൾ ആ ഒരു ഇൻഡു എന്ത് ചെയ്യും, അവിടുന്ന് പോകും. ഓക്കെ, ഇപ്പം ഞാൻ സ്വിച്ചിൽ നിന്ന് എന്ത് ചെയ്തിരിക്കുകയാണ്, അത് ഊരി വെച്ചിരിക്കുകയാണ്. ഇപ്പം ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ IP അഡ്രസ്സ് എങ്ങനെ കൊടുക്കുക എന്നുള്ള കാര്യം ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ IP അഡ്രസ്സ് കൊടുക്കാനായിട്ട് ഞാൻ ഈ എതർനെറ്റിന് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് പ്രോപ്പർട്ടീസ് എടുക്കുക. ഞങ്ങൾക്ക് കേബിൾ വഴിയാണല്ലോ കണക്ട് ചെയ്തിരിക്കുന്നത്. പ്രോപ്പർട്ടീസ് എടുത്തിട്ട് ഇവിടെ ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ വെർഷൻ 4 ഉണ്ടാവും, ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ വെർഷൻ 6 ഉണ്ടാവും. അപ്പോൾ ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ വെർഷൻ 4 സെലക്ട് ചെയ്യുക. അവിടെ ഒരു ടിക്ക് ഇല്ലേ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നിങ്ങൾ ഈ പ്രോപ്പർട്ടീസ് എടുക്കുക. ഇവിടെ ഒബ്റ്റെയിൻ ആൻ IP അഡ്രസ് ഓട്ടോമാറ്റിക്കലും ഉണ്ട്, യൂസ് ദ ഫോളോയിങ് IP അഡ്രസ്സും ഉണ്ട്. നമുക്കിപ്പോൾ IP അഡ്രസ്സ് നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ കൊടുക്കുക. ഇവിടെ കണ്ടില്ലേ, ഇതാണ് ഞാൻ ആ പറഞ്ഞ 4 ബോക്സ്. ആകെ 4 കള്ളി ഉണ്ടാവുക. ഇവിടെയാണ് നിങ്ങൾ IP അഡ്രസ്സ് എന്ത് ചെയ്യേണ്ടത്, സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അതാണ് ഇവിടെ ഒരു 8 ബിറ്റ്, ഇവിടെ ഒരു അടുത്ത 8 ബിറ്റ്, ഇതിലടുത്ത 8 ബിറ്റ്, ഇതിലടുത്ത 8 ബിറ്റ്, അങ്ങനെ മൊത്തം 32 ബിറ്റാണ്. ഇപ്പം ഞാനിവിടെ 192 എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മളിവിടെ നേരത്തെ പറഞ്ഞ പോലെ സിസ്റ്റം അതിനെ ഇങ്ങനെയാണ് എടുക്കുക. നമ്മൾ ഡെസിമൽ ആണ് കൊടുക്കുന്നതെങ്കിൽ പോലും കമ്പ്യൂട്ടർ സ്വാഭാവികമായിട്ട് അതിന് എന്തെടുക്കുക, ബൈനറി ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ 8 ബിറ്റ് ഫസ്റ്റത്തെ കോളത്തിൽ എന്താ വരുന്നത്, 8 ബിറ്റ്, രണ്ടാമത്തിൽ 8 ബിറ്റ്, അടുത്തതിൽ 8 ബിറ്റ്, അടുത്തതിൽ 8 ബിറ്റ്, അങ്ങനെ മൊത്തം 32 ബിറ്റ് ഉള്ളൊരു അഡ്രസ്സ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം ഓരോ കോളത്തിലും. ആ 4 ബോക്സിലും നമ്മൾ ഓരോ നമ്പർ എന്ത് ചെയ്യണം, സെറ്റ് ചെയ്ത് കൊടുക്കണം. ഞാനത് ഡീറ്റെയിൽസ് ആയിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു ബോക്സ് ഇവിടെയാണ് നമ്മൾ IP അഡ്രസ്സ് സെറ്റ് ചെയ്യുക എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് തന്നെ പോവാം. ഇത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്, കൺഫ്യൂഷൻ ഒന്നും ആവണ്ട, ഇതെങ്ങനെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് IP അഡ്രസ്സ്. മൊത്തം 32 ബിറ്റ് ഉള്ള ഒരു അഡ്രസ്സ്, 4 ബൈറ്റ് വരുന്ന ഒരു അഡ്രസ്സാണ് IP അഡ്രസ്സ്. ഇത് നമ്മൾ സിസ്റ്റങ്ങൾക്ക് എന്ത് ചെയ്യണം, സെറ്റ് ചെയ്ത് കൊടുക്കണം എന്ന് മാത്രം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത് താഴെ ഒരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. 192.168.1.10. അപ്പോൾ 192.168.1.10 എന്ന് പറയുമ്പോൾ അത് എന്താ വരുന്നത്, ഫസ്റ്റത്തെ കോളം 192, രണ്ടാമത്തെ കോളത്തിൽ 168, മൂന്നാമത്തെ കോളത്തിൽ 1, നാലാമത്തെ കോളത്തിൽ 10. അതിന്റെ റേഞ്ച് 0 to 255 എന്ന് എഴുതാനുള്ള കാരണം 8 ബിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഖ്യ ഏതാ നോക്കാം. എട്ട് ബിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന 8 ബിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഖ്യ 1 2 3 4 5 6 7 8 ആണ്. ഇതാണ് 8 ബിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഖ്യ. ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 255 ആണ്. അപ്പോൾ നമ്മുടെ IP അഡ്രസ്സ് കൊടുക്കുന്ന കോളം ഇല്ലേ, ഈ കോളത്തിൽ 4 ബോക്സ് ഉണ്ട് അല്ലേ. ഇവിടെ 255ന്റെ മുകളിലുള്ളൊരു വാല്യൂ നമുക്ക് ഒരിടത്തും കൊടുക്കാൻ പറ്റില്ല, ഒരു ബോക്സിലും.
കാരണം ഒരു ബോക്സിൽ മാത്രം എത്ര ബിറ്റേ ഉള്ളൂ? 8 ബിറ്റേ ഉള്ളൂ. 8 ബിറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ സംഖ്യ എത്രയാണ്? 255. അപ്പോൾ അതാണ് നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 0 to 255 ഇൻ ഈച്ച് ഒക്ടറ്റ്. ഓരോ കോളത്തിലും 0 മുതൽ 255 വരെ മാക്സിമം കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. 255 വരെ ഒന്നും കൊടുക്കാൻ പറ്റില്ല. നമുക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് തന്നെ പഠിക്കാം. ഇനി IP വെർഷൻ 6നെ കുറിച്ച് വന്നിട്ടുണ്ട്. IP വെർഷൻ 4ന് ശേഷം വന്നാണ് IP വെർഷൻ 6 എന്ന് മനസ്സിലാക്കി വെക്കുക. IP വെർഷൻ 4 മൊത്തം 32 ബിറ്റേ ഉണ്ടായിരുന്നുള്ളൂ. IP വെർഷൻ 6 വരുമ്പോൾ എന്തായി? മൊത്തം 128 ബിറ്റായി. നമ്മൾ IP വെർഷൻ 4 എഴുതുന്ന ഡെസിമലിലായിരുന്നു. IP വെർഷൻ 6 എഴുതുന്നത് നമ്മുടെ മാക് അഡ്രസ് ഒക്കെ എഴുതുന്ന പോലെ ഹെക്സാ ഡെസിമലിലാണ്. താഴെ ഒരു IP വെർഷൻ 6ന് എക്സാമ്പിൾ. നമ്മുടെ മാക് അഡ്രസ് ഒക്കെ പോലെ ഇത് 16 ബിറ്റാണ്. 16, അടുത്ത 16, അങ്ങനെ ഒരു 16ന്റെ ഒരു 8 ബിറ്റ് ഉണ്ടാവും. അങ്ങനെ മൊത്തം 128 ബിറ്റാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് IP വെർഷൻ 4നെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അപ്പം നമ്മൾ ഇത്ര മനസ്സിലാക്കി വെക്കുക. നിങ്ങൾ പീസുകൾ എടുത്തു, പീസുകൾ നിങ്ങൾ സ്വിച്ചിലോട്ട് കണക്ട് ചെയ്തു, നിങ്ങൾ ക്രിമ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു. എന്നിട്ട് അടുത്തത് നമ്മൾ സിസ്റ്റങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സിസ്റ്റങ്ങൾക്ക് IP അഡ്രസ്സ് നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പോൾ IP അഡ്രസ്സ് സെറ്റ് ചെയ്യാൻ IP അഡ്രസ്സ് IP വെർഷൻ 4ഉം ഉണ്ട്, IP വെർഷൻ 6ഉം ഉണ്ട്. നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത് IP വെർഷൻ 4 ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് സിസ്റ്റങ്ങളെ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. IP വെർഷൻ 4 എന്ന് പറയുന്നത് മൊത്തം 32 ബിറ്റാണുള്ളത്. ഈ 32 ബിറ്റ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിൻ്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ബൈനറിയാണ്. അപ്പോൾ ബൈനറിയിൽ നമ്മൾ ബിറ്റുകളുടെ രൂപത്തിലാണ് എടുക്കുക. അങ്ങനെ മൊത്തം 32 ബിറ്റാണ് ഉള്ളത്. അപ്പോൾ ഈ 32 ബിറ്റിൽ ഓരോ കോളത്തിലും 8 ബൈറ്റ്, ഒരു ബൈറ്റ് വീതം, 8 ബിറ്റിനെയാണ് ഒരു ബൈറ്റ് എന്ന് പറയുക. അപ്പോൾ മൊത്തം 4 കോളമാണ് ഉള്ളത്. അപ്പോൾ ഓരോ കോളത്തിലും നമ്മൾ 8 ബിറ്റുള്ള വാല്യൂ ആയിട്ടാണ് എഴുതുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. ഇനി നമ്മൾ IP വെർഷൻ 4നെ കുറിച്ച് കുറച്ചും കൂടെ കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ IP വെർഷൻ 4 നമ്മളൊരു കോളത്തിൽ നമ്മൾ പറഞ്ഞത് മൊത്തം 4 ബോക്സ് ഉണ്ടാവുക എന്ന് പറഞ്ഞു അല്ലേ. IP വെർഷൻ 4ന് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് നെറ്റ്വർക്കിനെ സൂചിപ്പിക്കാനും ഒന്ന് ഹോസ്റ്റുകളെ സൂചിപ്പിക്കാനും. കൺഫ്യൂഷൻ ആവണ്ട. നമ്മൾ ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സിം, ഇപ്പോൾ പോർട്ടബിലിറ്റി ഒക്കെ വന്നു. പക്ഷെ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം നമ്മുടെ സിം, നമ്മളൊക്കെ ഉപയോഗിക്കുന്ന സിമ്മില്ലേ, ഈ സിമ്മിൻ്റെ ആദ്യത്തെ ഡിജിറ്റ് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പം പോർട്ടബിലിറ്റി വന്നതുകൊണ്ട് പറ്റില്ല, പക്ഷെ ആദ്യത്തെ ഡിജിറ്റ് നോക്കിക്കഴിഞ്ഞാൽ അത് ഏത് കമ്പനിയുടെ സിമ്മാണ് എന്നറിയാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണമായിട്ട് 9947 നിന്ന് തുടങ്ങുന്നതൊക്കെ ഐഡിയ ആയിരുന്നു പണ്ട്. 9447 നിന്ന് തുടങ്ങുന്നത് BSNL ആയിരുന്നു. 9048 നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് വോഡോഫോൺ ആയിരുന്നു. 9995 നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് എയർടെൽ ആയിരുന്നു. 9744 നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഐഡിയ ആയിരുന്നു. 9539 നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഐഡിയ ആയിരുന്നു. പിന്നെ ഇപ്പോൾ പോർട്ടബിലിറ്റി വന്നുകൊണ്ട് മാറും കേട്ടോ. എന്നാലും ഞാൻ പറയാം, 7025 നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ജിയോ ആയിരുന്നു. പിന്നെ 9495 നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് BSNL ആയിരുന്നു. അങ്ങനെ കുറേ. ഇപ്പോൾ 9846 നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് വോഡോഫോൺ ആയിരുന്നു. അപ്പോൾ പണ്ടൊക്കെ നമുക്ക് ആ മൊബൈൽ ഫോണിൻ്റെ നമ്പറിൻ്റെ തുടക്കത്തിൽ 2 ഡിജിറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് ഏത് സർവീസ് പ്രൊവൈഡറിൻ്റെ ആണെന്ന് കാണാൻ പറ്റും അല്ലേ. അതേപോലെ നമ്മുടെ IP അഡ്രസ്സിൻ്റെ IP വെർഷൻ 4നെ നമ്മൾ 2 ഭാഗങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ഭാഗം നെറ്റ്വർക്കിനെ സൂചിപ്പിക്കാനും പിന്നെയുള്ള ഭാഗമാണ് സിസ്റ്റങ്ങളെ സൂചിപ്പിക്കാനും. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഭാഗം അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് നെറ്റ്വർക്കാണെന്ന് അറിയാൻ പറ്റും. അതേപോലെ അതിൻ്റെ ബാക്കിയുള്ള നമ്പർ നോക്കിക്കഴിഞ്ഞാൽ അത് ഏത് സിസ്റ്റം ആണെന്ന് എന്ത് ചെയ്യാം, തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ IP വെർഷൻ 4ന് 2 ഭാഗങ്ങളാണുള്ളത്. ഒന്ന് നെറ്റ്വർക്കിൻ്റെ ഒരു ഭാഗവും രണ്ടാമത്തത് ഹോസ്റ്റിൻ്റെ ഒരു ഭാഗവും. അതാണ് നമ്മൾ ഇനി പറയാനായിട്ട് പോണത്. അപ്പോൾ ഇവിടെ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ, ഏത് നെറ്റ്വർക്കിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത്. ഹോസ്റ്റ് എന്ന് പറയുന്ന ഭാഗമാണ് ഇത്, അത് ഏത് സിസ്റ്റമാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതും. ഇനി നമുക്ക് IP വെർഷൻ 4ന്റെ ക്ലാസ്സിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇത്രേ പറയുന്നുള്ളൂ. ഇനി IP വെർഷൻ 4നെ കുറിച്ച് ഞാൻ ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്യാം.
അപ്പോൾ ഇതിൽ പറയുന്നത് സിസ്റ്റങ്ങൾ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യാൻ എന്ത് ആവശ്യമുണ്ട്? IP അഡ്രസ് ആവശ്യമുണ്ട് എന്നുള്ളതും IP വെർഷൻ 4 ഉണ്ട് 6 ഉണ്ട്. നമ്മൾ 4 ആണ് യൂസ് ചെയ്യുന്നത്. 32 ബിറ്റാണ് ഉള്ളത്. അതിൽ 4 ബൈറ്റുകളായിട്ടാണ് നമ്മൾ എഴുതുക എന്നുള്ളത് പറഞ്ഞു, അല്ലെങ്കിൽ ഒക്ടറ്റ് ആയിട്ടാണ് എഴുതുക എന്നുള്ളത് പറഞ്ഞു. അതിൽ 2 ഭാഗങ്ങളുള്ള IP വെർഷൻ 4ന് ഒന്ന് നെറ്റ്വർക്കിനെ സൂചിപ്പിക്കാൻ ഒരു ഭാഗം ഉണ്ടാവും, അതേപോലെ സിസ്റ്റങ്ങളെ സൂചിപ്പിക്കാൻ വേറൊരു ഭാഗം ഉണ്ടാവും. ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിന്റെ കമന്റിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, ഒന്നും കൂടെ ക്ലിയർ ആയിട്ടൊരു വീഡിയോ വേണം, ഇപ്പം നിങ്ങൾക്ക് എടുത്ത ക്ലാസ് ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടെ ക്ലിയർ ആക്കിയിട്ട് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഇടും. ഇനി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ പറയുക. അപ്പോൾ നമ്മൾ അടുത്ത IP വെർഷൻ 4ന്റെ അടുത്ത ക്ലാസ്സിലോട്ട് പോകും. കാരണം ഞാൻ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയി പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഈ IP അഡ്രസ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. IP അഡ്രസ്സ് കൊടുത്താൽ മാത്രമേ നമുക്ക് സിസ്റ്റങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ IP അഡ്രസ്സ് കൊടുക്കുന്നത്, എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. നമ്മൾ സെറ്റ് ചെയ്യുന്ന IP വെർഷൻ 4 ആണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കണു. നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും നെറ്റ്വർക്കിംഗ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങൾ ഈ ഒരു ചാനലൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക് IP വെർഷൻ്റെ ക്ലാസ്സുകളെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയ ക്ലാസ്സുകളാണ്. നിങ്ങൾ ഇതുവരെ പഠിച്ച ക്ലാസ്സുകൾ നിങ്ങൾ ഒരു വട്ടം കേട്ടിട്ടുള്ളെങ്കിൽ പോലും നിങ്ങൾ ഈ ക്ലാസ് നിങ്ങൾ സാവധാനം നിങ്ങളുടെ സമയം എടുത്ത് നിങ്ങൾ ഇനിയുള്ള ക്ലാസ്സുകൾ, ഇനി 2, 3, 4 ക്ലാസ്സുകൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. കാരണം മുഴുവനും IP അഡ്രസ്സിനെ കുറിച്ചാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.